ലീലേ, ഉണ്ണിയെ വിളിക്കാൻ പോയിട്ട് നീ അവിടെ എന്തെടുക്കുവാ? ശശിയേട്ടാ വരുന്നു. സമയം പോവാ. വരുന്നു ശശിയേട്ടാ. ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ കൃത്യസമയത്ത് റിക്രൂട്ട്മെന്റിന് എത്താൻ പറ്റില്ല. അവരോട് വേഗം ഇറങ്ങാൻ പറ. ഉണ്ണി, എടാ ഉണ്ണി, ഇവനിത് എവിടെ പോയി കിടക്കുന്നു? അമ്മയും കൊള്ളാം, മോനും കൊള്ളാം. ആർക്കും ഇവിടെ യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ല, കൃത്യനിഷ്ഠതയില്ല. ഉണ്ണി, ലീലേ, ശശിയേട്ടാ, ഉണ്ണി എവിടെ? ഞാൻ ഉണ്ണി അകത്തൊക്കെ നോക്കി, കാണുന്നില്ല. കാണുന്നില്ലേ? ഇല്ല, ചേട്ടൻ ഇവിടെ ഇല്ല അച്ഛാ. അവരെന്താ മാഞ്ഞു പോയോ? ചേട്ടൻ മുങ്ങിന്നാ തോന്നേ. ഇവന് ഇന്ന് ഞാൻ എന്നെ പറ്റിച്ചവൻ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഇനി വീട്ടിൽ കയറില്ല. അവന്റെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും. ഇന്നലെ ഞാൻ അവനോട് പറഞ്ഞതാ, രാവിലെ നേരത്തെ റെഡി ആവണം, റിക്രൂട്ട്മെന്റ് പോണമെന്ന്. അപ്പൊ അവൻ മുങ്ങിയിരിക്കുന്നു. ജിമ്മ് തുറക്കണമെന്നും പറഞ്ഞു ഒറ്റക്കാലം നിന്ന ചെറുക്കനെ പിടിച്ച് പട്ടാളത്തിൽ ചേർത്ത് അവൻ പിന്നെ നിന്ന് തരുവോ? അവൻ ഈ പട്ടാളം ശശിയുടെ മോനാണെങ്കിൽ അവന് ഞാൻ പട്ടാളക്കാരനാക്കിയിരിക്കും. അതിനൊരു വാശിയാ. നിങ്ങൾ രണ്ടുപേരെ ഇടക്കിടന്ന് ശ്വാസം മുട്ടുന്ന ഞാനാ. മക്കളെ മര്യാദയ്ക്ക് അനുസരണയോടെ വളർത്തിയില്ലെങ്കിൽ ഇതുപോലെ കിടന്ന് ശ്വാസം മുട്ടേണ്ടി വരും. ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോ നിന്റെ ശിക്ഷണത്തിന് അവൻ വളർന്ന് അതിന്റെ ഗുണം ഇപ്പൊ ഈ കാണിക്കുന്നത്. അവൻ ഇനി നാട് വിട്ടു പോയിട്ടുണ്ടാവോ? ചേട്ടൻ അങ്ങനെ വല്ലതും അമ്മയോട് പറഞ്ഞോ? ആ പറഞ്ഞു. പട്ടാളത്തിൽ ചേരേണ്ടി വന്ന നാട് വിട്ടു പോകുന്ന അവൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ നാട് വിട്ടത് തന്നെയായിരിക്കും. അയ്യോ, അവൻ ഒരിടത്ത് പോയി കാണില്ല, ഇവിടെ തന്നെ കാണും. നീ ഇത് എവിടെ പോയിരുന്നു? ഒരു ചെറിയ തിരുത്തലുണ്ടായിരുന്നു. എന്ത് തിരുത്ത്? അത് ഇവിടെ തന്നെ എന്താന്ന്? അത് പിന്നെ അയ്യോ എന്റെ പൊന്നോ, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ പോയതാ. ഇത് കെട്ടിയതാ. അല്ല, ചേച്ചിക്ക് വേണോ വെള്ളം? വേണ്ട വേണ്ട. കുഞ്ഞിറങ്ങടുത്ത് കുങ്കുമോ? അതിങ്ങോട്ട് താ. കഴിഞ്ഞില്ലേ രത്ന? ഇല്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ, എല്ലാം പെട്ടെന്നാവട്ടെ. എന്താടി? അതല്ലേ ഇത്? ഏത്? ആ കൊണ്ടുപോകുന്നത്? അത് ക്ഷണക്കത്തല്ലേ കൊണ്ടുപോയത്? പെൺവീട്ടുകാര് ആൺവീട്ടുകാരെ കല്യാണത്തിന് ക്ഷണിക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ, ഞങ്ങള് അതിന് വന്നതാ. ഇന്നലെ രാത്രിയില്ല കത്തൊക്കെ അടിച്ചു കിട്ടിയത്. ഇല്ലായിരുന്നെങ്കി ഇന്നലെ തന്നെ വന്നേനെ. അല്ല, ആദ്യം ക്ഷണിക്കേണ്ടത് നിങ്ങളെ തന്നെയാണല്ലോ. അതെ, ഇവിടത്തെ കത്തും ഇന്ന് തന്നെ കിട്ടുമായിരിക്കും. ആ പ്രസ്സുകാരനോട് അത് ഇന്ന് തന്നെ തരാൻ പറയണം. നാളെ മുതലെങ്കിലും നിങ്ങൾ കല്യാണം വിളിക്കാൻ ഇറങ്ങണം. ഇല്ലെങ്കിൽ അവസാന നിമിഷം കിടന്ന് നെട്ടോട്ടം ഓടേണ്ടി വരും. അത് ഇന്ന് തന്നെ വാങ്ങാം. ദേ, ചുറ്റുവട്ടത്ത് മാത്രമല്ല കല്യാണം വിളിക്കേണ്ടത്, ഒരുപാട് സ്ഥലത്ത് വിളിക്കാനുണ്ട്. അതിലാരെങ്കിലും വിട്ടുപോയാ പിന്നെ പരാതി പറയുവേ. നമ്മളിനി എത്രയൊക്കെ ശ്രദ്ധിച്ചാലും എന്തെങ്കിലും പരാതി വരാതിരിക്കില്ല. അതെ, അത് കാഞ്ചന പറഞ്ഞത് ശരിയാ. എങ്കിലും പരാതി വരാതെ സൂക്ഷിക്കണം. കല്യാണം ഗംഭീരമാക്കിയത് നാട്ടുകാരെ കൊണ്ട് പറയിക്കണം. കല്യാണം മാത്രം ഗംഭീരായ പോരാ, പെണ്ണും നന്നാവണം. കല്യാണം കേമമാക്കാൻ നടത്തുന്ന ശ്രദ്ധ
മകളുടെ കാര്യത്തിൽ ഉണ്ടാവണം. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ആ എന്താടാ എന്തു പറ്റി? വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുക, നിന്റെ മുഖം എന്താ ഇങ്ങനെ? ഒന്നുമില്ലടാ, ഒന്നുമില്ല. നീ കാര്യം പറ, എന്താ? പറയാനുള്ളതല്ല, കാണാനുള്ളതാ. നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഭഗവാനെ, വിഘ്നേശ്വര, വിഘ്നങ്ങളൊന്നും വരുത്തരുതേ. പത്മനാഭനാൻ സൗഭാഗ്യ.